ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 43. അങ്കിൾ അങ്കിൾ എന്താ എൻ്റെ കോൾ എടുക്കാത്തത്? ഞാൻ 2 ദിവസമായിട്ട് എത്ര വട്ടം വിളിച്ചു. ഫോണിലൂടെ കരയുകയായിരുന്നു അനാമിക. ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അനു. കോൾ എടുക്കാൻ പറ്റിയില്ല. എന്താ മോളെ? അവളുടെ കരച്ചിലിൻ്റെ കാരണം അറിയാതെ അയാൾ സംശയത്തോടെ ആരാഞ്ഞു. ഞാൻ ചോദിച്ചതിൻ്റെ കാശിൻ്റെ കാര്യം അങ്കിളൊന്നും പറഞ്ഞില്ല. അവൾക്ക് ചോദിക്കുവാൻ യാതൊരു നാണക്കേടും തോന്നിയില്ല. കാരണം ജീന എന്നൊരു ബിന്ദുവിലേക്ക് എത്തിപ്പെടാൻ ഈ കാശ് അത്യാവശ്യമാണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അന്ന് നിനക്ക് തരണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ തുടർന്ന് സംസാരിക്കുവാനായി നന്നായി വിഷമിച്ചു. കാരണം കാശ് അനാമികയ്ക്ക് കൊടുക്കുന്ന കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ രാഗത്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം വിശ്വത്തിനെ അത്രത്തോളം തളർത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താണ് പറ്റിയത് അങ്കിൾ? അവളുടെ ആ ചോദ്യത്തിൽ കരച്ചിലും കൂടി കലർന്നിരുന്നു. അത് മോളെ, രാധയും കൂടി ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇത്ര എമൗണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അയാൾക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അതിനെന്താ അങ്കിൾ, ആൻറ്റിയോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത്? അവൾ ബാലിശമായി ചോദിച്ചു. ഞാൻ സൂചിപ്പിച്ചതാ, പക്ഷേ അവൾക്ക് എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. വിശ്വം വളരെ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അങ്കിളെ? അങ്കിളിനെ ഒറ്റ ഒരാളെ വിശ്വസിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. തരാൻ പറ്റില്ല എന്നായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞുവിടായിരുന്നോ? ഇതിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒരുമാതിരി ചതിയായിപ്പോയി ഇത്. എനിക്ക് കാശ് വേണം, അത് ഉടൻ തന്നെ. ആൻറ്റിയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കുവാൻ നോക്ക്. ജീനയെ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയിൽ അനാമിക എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അനു! അവളുടെ ഉച്ചത്തിലുള്ള സംസാരവും മര്യാദയില്ലായ്മയും അയാളെ ഒട്ടൊന്നുമല്ല സങ്കടത്തിൽ ആഴ്ത്തിയത്. ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് നോക്കിക്കോ. അത്രയും പറഞ്ഞിട്ടവൾ കോള് കട്ട് ചെയ്തു. അനു! വിശ്വ എന്തൊക്കെയോ സംസാരിക്കുവാനായി വീണ്ടും തുടങ്ങിയതും മറുവശത്ത് നിന്നുമുള്ള ബീപ് ശബ്ദത്തിൽ അവൾ ഫോൺ വെച്ചിട്ട് പോയി എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. ഇവളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? അതും ഭീഷണിപ്പെടുത്തുന്നത് പോലെ. വിശ്വത്തിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുവാൻ പോകുന്നതായിരുന്നു അനാമികയുടെ അപ്പോഴത്തെ സംസാരം. വിശ്വേട്ടാ! മുറിയുടെ വാതിലും കടന്നു വരുന്ന രാധയുടെ വിളിയാണ് അയാളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ! അയാളൊരു മൂളലോടെ ഭാര്യയുടെ വിളി കേട്ടി. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. വാക്കിംഗ് സ്റ്റിക്കും കുത്തി മെല്ലെ നടന്നു വന്നവർ കട്ടിലിരിക്കുന്ന വിശ്വത്തിൻ്റെ അരികിലേക്കായി ചെന്നിരുന്നു. എന്താ രാധേ? ഉള്ളിലുള്ള മാനസിക സംഘർഷങ്ങൾ പുറത്തു കാട്ടാതെ വിശ്വ അവരോട് തിരക്കി. വിശ്വേട്ടൻ, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കണം. കേട്ട് കഴിഞ്ഞിട്ട് വേണം ഒരു അഭിപ്രായം പറയാൻ. പക്ഷേ അവസാനം പറ്റില്ല എന്ന് മാത്രമേ ഏട്ടൻ പറയരുത്. അവർ വലത്തെ കാല് ഇത്തിരി നീട്ടി വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഭർത്താവിന് നിർദ്ദേശങ്ങൾ നൽകി. നീ ആദ്യം കാര്യം എന്താന്ന് പറയും. ഒട്ടൊരു നീരസം അയാളുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു. നമ്മുടെ ആദിക്കൊരു കല്യാണാലോചന. രാധ പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി. കല്യാണമോ? ആദിക്കോ? കേട്ട വാർത്ത വിശ്വസിച്ച് ഞെട്ടിച്ചിരുന്നു. അതേ ഏട്ടാ, കല്യാണം തന്നെ. പെണ്ണിൻ്റെ പേര് കേട്ടാൽ ഏട്ടൻ ഞെട്ടും. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരാ പെണ്ണ്? നമ്മുടെ ദേവിക. രാധമ്മ പറഞ്ഞതും വിശ്വത്തിൻ്റെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു. ദേവികയോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതിനാദ്യം സമ്മതിച്ചോ? അതോ ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് നീ തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഉറപ്പിച്ചതാണോ? ഹോസ്പിറ്റലിൽ വെച്ച് തത്തമ്മയെ സുധി തട്ടിക്കൊണ്ടുപോയതും അതിനെ തുടർന്നുണ്ടായ കുമാരിയുടെ ദിവ്യയുടെയും സംസാരവും എല്ലാം ഒന്നൊഴിയാതെ വിശ്വം ബിസിനസ് മീറ്റിങ്ങിൽ നിന്നും തിരിച്ചെത്തിയ അന്ന് തന്നെ രാധമ്മ അയാളോട് വിശദമായി പറഞ്ഞിരുന്നു എന്ന് വിശ്വേട്ടന് തോന്നുന്നുണ്ടോ? ആദ്യം അവളെ പണ്ട് തൊട്ടേ ഒരു ഇഷ്ടമുള്ളതാണ്. തത്തമ്മയെ പിരിഞ്ഞിരിക്കാൻ അവനെ കൊണ്ട് ഇനി പറ്റുകയില്ല. അപ്പോൾ പിന്നെ അവരെ നമ്മൾ ഒന്നിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? രാധമ്മ പറയുന്നതിനോട് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വം മറ്റൊന്നും പ്രതികരിച്ചില്ല. ദേവിക നല്ലൊരു കുട്ടിയാണ്, ആദിക്ക് ചേരുകയും ചെയ്യും. ഈ കുട്ടിയുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളോട് തനിക്കൊരു സഹതാപവും ഉണ്ട്. പക്ഷേ ആ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ പറ്റുമോ? അയാൾ എത്രയൊക്കെ ചിന്തിച്ചിട്ടും ദേവികയെ കാവുമ്പാട്ടെ മരുമകളായി അംഗീകരിക്കാൻ കഴിയാത്തത്ര
തക്ക കാരണങ്ങളൊന്നും കിട്ടിയില്ല താനും. വിശ്വേട്ടൻ എന്താണ് അഭിപ്രായം ഒന്നും പറയാത്തത്? അവൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം? ഒരിക്കൽ നമ്മ കാരണം അവൻ്റെ ജീവിതം നശിച്ചു. ഇന്നിപ്പോൾ അവനായി തന്നെ ആഗ്രഹിച്ച ജീവിതമാണിത്. വിശ്വേട്ടൻ പറ്റില്ലെന്ന് പറയരുത്. ആ കുഞ്ഞു മോളില്ലാതെ അവനിപ്പോൾ പറ്റാഞ്ഞിട്ടാ. ഈ ഒരു ആഗ്രഹം നമുക്കങ്ങ് നടത്തി കൊടുത്തേക്കാം. പ്ലീസ് ഏട്ടാ. കെഞ്ചുന്നത് പോലെയായിരുന്നു രാധമ്മയുടെ സംസാരം മുഴുവനും. അവനിഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഒറ്റ വാക്കിൽ അയാൾ ഉത്തരം നൽകി. പക്ഷേ അപ്പോഴും അനാമികയുടെ ധാർഷ്ട്യത്തോടെയുള്ള സംസാരവും കാശിനു വേണ്ടിയുള്ള അവളുടെ ഭീഷണിയും അയാളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. എങ്കിലും വിശ്വ അക്കാര്യം രാധയോട് പറയുവാനോ അതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുവാനോ മുതിർന്നില്ല. കാരണം അയാളുടെ ഈഗോ തന്നെയായിരുന്നു. ഇത്രയും നാളും താൻ തേനേ പാലേ എന്നും പറഞ്ഞ് വളർത്തിക്കൊണ്ടു വന്നവൾ തന്നെ എതിർത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുൻപിൽ ചെറുതായി പോകുമോ എന്നൊരു കുഞ്ഞു പേടി വിശ്വത്തിനുണ്ടായിരുന്നു. അതേസമയം മുറിക്ക് പുറത്ത് അവരുടെ സംസാരം കേട്ടു നിന്നിരുന്ന മഹർഷിയുടെ ചുടികളിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. ദേവികയെ തൻ്റെ അച്ഛൻ കാവുമ്പാട്ടെ മരുമകളായി സ്വീകരിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട്. നേരം സന്ധ്യയായപ്പോഴാണ് പിന്നീട് കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. കണ്ണും തിരുമി എഴുന്നേറ്റ ഉടൻ തന്നെ അവൾ മഹർഷിയെ തിരക്കുകയും ചെയ്തു. കുറച്ചു നേരം ദേവിക ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ അടക്കി നിർത്തിയെങ്കിലും പിന്നീട് തത്ത അവളെ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എനിക്ക് മഷിയെ കാണണം. കുഞ്ഞിപ്പെണ്ണ് അലറി കരയുവാനായി തുടങ്ങി വാശിയോടെ. കരയല്ലേ വാവേ, അമ്മ ഇപ്പോൾ വിളിക്കാമല്ലോ. പേടിയോടെ. അപ്പോഴേക്കും അവൾ ഫോൺ കയ്യിലെടുത്ത് കഴിഞ്ഞിരുന്നു. മോളെണീറ്റു. ആദ്യ കോൾ എടുത്തെന്നും മനസ്സിലായതും അവൾ ആകെ പറഞ്ഞത് അത് മാത്രമായിരുന്നു, വരുവാ. അത്രയും പറഞ്ഞിട്ട് മഹർഷി അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. മഹർഷി വരുന്നുണ്ട്, ഇനി കരയല്ലേ. ദേവിക അവളെ എടുത്ത് മടിയിലേക്കിരുത്തി. ആ. കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലുകൾ പെട്ടെന്ന് വിതുമ്പലുകളിലേക്കായി മാറി. 2 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതും ആദ്യ വേഗത്തിൽ അങ്ങോട്ടേക്ക് കയറി ചെന്നു. മഹർഷി. അവനെ കണ്ടതും കുഞ്ഞിപ്പെണ്ണ് മഹർഷിയുടെ ദേഹത്തേക്ക് ചാടി കയറി. ദേവിക തത്തയെ വിട്ടുകൊടുത്തിട്ട് അവനിൽ നിന്ന് ഇത്തിരി അകന്നു മാറി തന്നെ നിന്നു. തന്നെ അവൻ ഒരു വട്ടമെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട്. പക്ഷേ ആദിയിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൾക്ക് നേരെ ഉണ്ടായില്ല. എൻ്റെ തത്തമ്മ എണീറ്റോ? കുഞ്ഞിനെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഇറുക്ക പുണർന്നു. എൻ്റെ അടുത്തൊന്നും പോല്ലേന്ന് ഞാൻ പറഞ്ഞല്ലേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകളിൽ നിന്നും പരിഭവം പുറത്തേക്ക് ചാടി. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ പോയതല്ലേ, അല്ലാതെ മർഷി മോളെ ഇട്ട് ചെങ്ങോട്ടേലും പോവുമോ? അവൻ ആ കുരുന്നിനെ ആശ്വസിപ്പിക്കുവാനായി ശ്രമിച്ചു. ആ ഉത്തരത്തിൽ തത്തമ്മ ഒന്ന് അടങ്ങിയെന്ന് തോന്നി. അവൾ സമാധാനപരമായി ശാന്തമായി മഹർഷിയുടെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്നത് കണ്ടിട്ടാണ് ദേവിക മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. സാറെന്നോട് കല്യാണക്കാരി ഒന്നും ചോദിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ അറിഞ്ഞു കാണില്ലേ? എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലുമില്ല. കുന്നോളം പരിഭവങ്ങളും പിണക്കങ്ങളുമായി ദേവിക ഹാളിലെ സെറ്റിയിലേക്കായി ചെന്നിരുന്നു. അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നതെന്ന് വല്ല ബോധമുണ്ടോ? എൻ്റെ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? ഹരിത കുമാരിയോട് പൊട്ടിത്തെറിച്ചു. സുധിയുടെ കാര്യങ്ങൾ അറിഞ്ഞതും ഭർത്താവായ രമേശിനെയും കുട്ടി സ്വന്തം വീട്ടിലേക്ക് വന്നതായിരുന്നവൾ. എനിക്കറിയില്ല മോളെ, കണ്ട കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ആശുപത്രിയിലെ OP റൂമിൽ വെച്ച് കണ്ട ദൃശ്യങ്ങളായിരുന്നു അവരുടെ ഉള്ളിൽ അപ്പോൾ പേടിയോടെ നിറഞ്ഞു നിന്നത്. കാവുമ്പാട്ടെ രാധമ്മയുടെ വാക്കുകൾ അപ്പോഴും അവരുടെ ചെവിയിൽ തീ കോരി ഒഴിക്കുന്നത് പോലെയാണ് കുമാരിക്ക് തോന്നിയത്. ജനിപ്പിച്ച കൊച്ചിൻ്റെ കയറി പിടിക്കാൻ ശ്രമിച്ചവൻ സ്വന്തം അനിയത്തിയുടെ മടിക്കുത്തഴിക്കാൻ മടിക്കില്ലെന്ന് ആരറിഞ്ഞു? കണ്ട കാര്യങ്ങളോ? എന്ത് കണ്ടെന്ന്? ഹരിത അടുത്തിരുന്ന ഭർത്താവിനെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും കുമാരിയുടെ നേർക്ക് കണ്ണെറിഞ്ഞു. ഞാൻ കണ്ടതാ മോളെ, അവൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് വീഡിയോയിൽ താൻ കണ്ട ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ മകളോടും മരുമകനോടും വിവരിക്കുമ്പോൾ കുമാരിയുടെ മുഖം നാണക്കേടുകൊണ്ട് കുനിഞ്ഞു പോയിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഹരിതയ്ക്ക് നാണക്കേടുകൊണ്ട് തൊലി ഉരിയുന്നത് പോലെ തോന്നി. അതിലുപരി സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ സ്വയം ചെറുതായ അവസ്ഥ. രമേശൻ നല്ലവനാണ്, പക്ഷേ രമേശൻ്റെ അമ്മ അത്ര നല്ല ഒന്നുമല്ല.
തൻ്റെ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ രമേശ് ഏട്ടൻ വഴി അവരറിഞ്ഞാൽ ഇനി അതും മതി, അതും പറഞ്ഞു തന്നെ പ്രാഗി കൊല്ലാൻ. ഹരിതയ്ക്ക് അക്കാര്യത്തിലായിരുന്നു വെപ്രാളം മുഴുവനും. അമ്മ കണ്ടതൊക്കെ സത്യം തന്നെയാണോ? സുധി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രമേശൻ വെറും ഒരു ഭംഗിവാക്ക് പറഞ്ഞു. കാരണം സുധിയുടെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ പലരും പറഞ്ഞ അയാൾക്ക് അറിവുള്ള കാര്യമാണ്. പല പ്രാവശ്യം ഇക്കാര്യം ഹരിതയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ ഇതിനൊക്കെ പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇതും ഇതിനപ്പുറവും സുധി ചെയ്യേ എന്നൊരു ഉറപ്പ് അതുകൊണ്ട് തന്നെ രമേശനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ അമ്മേ ചെയ്യുക? കുമാരിയുടെ മനസ്സിലിരിപ്പ് അറിയാനെന്ന വണ്ണം ഹരിത തിരക്കി. അറിയില്ല മോനെ, ഇപ്പോൾ അവൻ റിമാൻഡിലാണ്. കേസ് കോടതിയിൽ ചെല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് ഒരു വക്കീലിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നു. കേസിൻ്റെ പേരും അയാൾ തന്നെയാണ് പറഞ്ഞത്. അതിലൊക്കെ അകത്തായാൽ ജാമ്യമില്ലാത്ത കേസാണ്. കുറഞ്ഞത് 3 വർഷം തൊട്ട് 5 വർഷം വരെയെങ്കിലും ജയിലിൽ കിടക്കാം. ഇല്ലെങ്കിൽ കേസ് വാദിച്ച് നമ്മൾ തന്നെ ജയിക്കേണ്ടി വരും. ഇതിപ്പോൾ തെളിവുകളെല്ലാം ആശുപത്രിക്കാർ തന്നെ പോലീസിന് കൈമാറിയില്ലേ? രമേശൻ അയാൾക്കറിയാവുന്ന ഒരു ഊഹം വെച്ച് കേസിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും കുമാരിക്ക് പറഞ്ഞു കൊടുത്തു. ഹരിത എല്ലാം കേട്ടുകൊണ്ടിരുന്നതല്ലാതെ മറ്റൊന്നും മറുപടി പറഞ്ഞില്ല. എല്ലാത്തിനും ഉപരി അവൾക്ക് നാണക്കേടാണ് തോന്നിയത്. അപ്പോൾ തന്നെ ഓരോരുത്തരൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇനി പുറത്തിറങ്ങണേ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. രമേശേട്ടാ, നമുക്ക് പോകാം. കൂടുതൽ നേരം അവൾക്കവിടെ ഇരിക്കുവാൻ തോന്നിയില്ല. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിൽ നിന്നും ഓരോരോ തലകൾ ജനലിൽ കൂടിയും വാതിലുകളിൽ കൂടിയും പുറത്തേക്ക് വരുന്നത് അവൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഒരു നിമിഷം പോലും ഇരിക്കുവാൻ അവൾക്ക് തോന്നിയില്ല. അല്ലെങ്കിലും നാട്ടുകാർ ഇങ്ങനെ തന്നെയാണല്ലോ. സ്വന്തം വീട്ടിൽ ഇത് അപ്പുറമായിരിക്കും നടക്കുന്നത്. എന്നാലും അയൽപ്പക്കത്തെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനാണല്ലോ അവർക്ക് താല്പര്യം കൂടുതൽ. ഭർത്താവിനെയും കൂട്ടി വീടിൻ്റെ പടികൾ ഇറങ്ങിപ്പോകുന്ന മകളെയും നോക്കി നെഞ്ചു പിടഞ്ഞ് കുമാരി ഇരുന്നു. ഒരു പിൻവിളി കൊണ്ട് പോലും അവരെ തിരിച്ചു വിളിക്കുവാൻ അവർക്ക് തോന്നിയില്ല. ആദ്യമായി സ്വന്തം മകനോടവർക്ക് വെറുപ്പ് തോന്നി, അറപ്പ് തോന്നി. രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി സ്വന്തം മുറിയിലേക്ക് വന്നപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന വിശ്വത്തിൻ്റെ ഫോൺ നിർത്താതെ അടിക്കുന്നത് രാധമ്മ ശ്രദ്ധിച്ചത്. അവർ മെല്ലെ ബെഡിനരികിലേക്ക് നടന്നു ചെന്നു. അപ്പോഴേക്ക് ആ ഫോൺ ബെല്ലടിച്ച് നിന്നിരുന്നു. ഏതേലും ബിസിനസ് കോൾ ആയിരിക്കാം. അവർ വാക്കിംഗ് സ്റ്റിക്ക് കട്ടിലിലേക്ക് ചാരി വെച്ചിട്ട് ശ്രദ്ധയോടെ ബന്ധപ്പെട്ട് കട്ടിലിലേക്ക് കയറിയിരുന്നു. ശേഷം കാലുകൾ രണ്ടും നീട്ടി വെച്ചുകൊണ്ട് കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് പിൻഭാഗം ചേർത്ത് വെച്ചു. അന്ന് വീണതിന് ശേഷം ശരീരമാകെ വല്ലാത്തൊരു നൊമ്പരമാണ്. അപ്പോഴേക്കും വീണ്ടും വിശ്വത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങിയിരുന്നു. ഇതിപ്പോൾ ആരാണ്? വിശ്വട്ടൻ കുളിക്കുവാണല്ലോ. അവർ മെല്ലെ ചെരിഞ്ഞ് അയാളുടെ ഫോൺ കയ്യിലേക്കെടുത്തു. പക്ഷേ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് നോക്കിയതും അവരുടെ മുഖത്ത് സംശയത്തിൻ്റെ ചുളിവുകൾ പൊടുന്നനെ വീണു. അനാമിക, ഇവളെന്തിനാ ഈ പാതിരാത്രിയിൽ വിശ്വേട്ടനെ വിളിക്കുന്നത്? അവരാ കോൾ എടുക്കാതെ തന്നെ സ്ക്രീനിൽ തെളിയുന്ന അവളുടെ പേരിലേക്ക് ഉറ്റുനോക്കി. ആ കോളും ബെല്ലടിച്ച് നിന്നതല്ലാതെ രാധ എടുത്തില്ല. അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. വിശ്വത്തിൻ്റെ ഫോണിലേക്ക് വന്ന അനാമികയുടെ 30ഓളം മിസ്ഡ് കോളുകൾ. ഇന്ന് വൈകിട്ട് തൊട്ട് തുടർച്ചയായിട്ട് വന്നിട്ടുള്ളതാണ് ഈ കോളുകളെല്ലാം. ആദ്യം ഒരു വട്ടൻ വിശ്വേട്ടൻ കോൾ എടുത്ത് സംസാരിച്ചതല്ലാതെ പിന്നീട് വന്നതൊന്നും ആളെടുത്തിട്ടുമില്ല. അതും കൂടി കണ്ടപ്പോഴേക്കും രാധയുടെ മനസ്സിലുള്ള സംശയങ്ങൾ ഉച്ചസ്ഥായിയിലായി. ഇവളെന്തിനാണ് ഇങ്ങനെ കിടന്ന് നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? വിശ്വേട്ടൻ എന്താണ് ഇവളുടെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യാത്തത്? ഒരിക്കലും അങ്ങനെ വരേണ്ടതല്ലല്ലോ. രാധ ആലോചിച്ചു. അപ്പോഴേക്കും അനാമികയുടെ അടുത്ത വിളിയും വിശ്വത്തിൻ്റെ ഫോണിലേക്ക് എത്തിയിരുന്നു. രാധയ്ക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഫോൺ ചെവിയോരം ചേർത്ത് പിടിച്ചു. അങ്കിളിനിപ്പോൾ എൻ്റെ ഫോൺ എടുക്കാനും മടിയായോ? നിങ്ങൾക്കിപ്പോൾ ഞാനൊരു ശല്യമായി മാറിയല്ലേ? പണ്ടൊക്കെ അനുമോളേന്ന് പറഞ്ഞ് തികച്ചു വിളിക്കില്ലായിരുന്നു. അല്ലെങ്കിലും കാശിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഇതാണ് സൂക്കേട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മോനില്ലേ ആദിദേവ്, അവൻ്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ എന്നെ പീഡിപ്പിച്ചതുമൊക്കെ ഞാൻ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യും. മറുവശത്ത് നിന്നുള്ള അനാമികയുടെ സംസാരം രാധമ്മയെ ഒട്ടൊന്നുമല്ല ഇരുത്തി ചിന്തിപ്പിച്ചത്.
ഇതിപ്പോൾ എന്താ ഇങ്ങനെ? വിശ്വനെ വഴക്ക് പറയാൻ മാത്രം ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് കാശിൻ്റെ കാര്യമൊക്കെ ഇവൾ പറയുന്നുണ്ടല്ലോ. ചിലപ്പോൾ അന്ന് ചോദിച്ച കാശിൻ്റെ കാര്യമായിരിക്കും. അവർ മൗനമായിട്ട് അനാമികയുടെ സംസാരത്തിലേക്ക് വീണ്ടും കാതോർത്തു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ചോദിച്ച കാശ് 1 രൂപ പോലും കുറയാതെ എനിക്ക് കിട്ടിയിരിക്കണം. അത് നാളെ രാവിലെ തന്നെ. വീണ്ടും ആ വൃത്തികെട്ടവളുടെ അലർച്ച ഫോണിൽ കൂടെ കേട്ടതും രാധമ്മയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അനാമികേ, നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? എൻ്റെ ഭർത്താവിനെയോ അതോ എൻ്റെ മകനെയോ? പൊടുന്നനെ അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. കോൾ എടുത്തത് രാധയാണെന്ന് അറിഞ്ഞതിനാലാവാം മറുവശത്ത് പൊടുന്നനെ നിശബ്ദത പരന്നത്. എന്താ അനാമികേ, നിനക്ക് ചെവിക്ക് പൊട്ട് വല്ലതും ഉണ്ടോ? അതോ കേട്ടിട്ടും മിണ്ടാതിരിക്കുവാണോ? രാധ വീണ്ടും ഒച്ച ഉയർത്തി. അങ്കിൾ എവിടെ? പെട്ടെന്ന് അവൾ ചോദിച്ചു, ഒട്ടൊരു പരവേശത്തോടെ. അതല്ലല്ലോ ഞാൻ നിന്നോടിപ്പോൾ ചോദിച്ചത്. എൻ്റെ ഭർത്താവിനോട് കാശ് ചോദിക്കുമ്പോൾ അത് ഞാനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ? അതല്ലേ ഇതിൻ്റെ ഒരു മര്യാദ? അവരൊന്ന് ഗൂഢമായി ചിരിച്ചു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പൊടുന്നനെ അവൾ കോള് കട്ട് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ എനിക്ക് സംസാരിക്കുവാൻ ഇപ്പോൾ നല്ല താല്പര്യമുണ്ട് അനാമിക. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷമേ നീ ഫോൺ വെക്കുകയുള്ളൂ. കാവുമ്പാട്ടമ്മയുടെ ശബ്ദത്തിന് വല്ലാത്തൊരു ഗൗരവ ഉറപ്പും ഉണ്ടായിരുന്നു. അത് കേട്ടതും അവളിലൊരു വിറയൽ പടർന്നു. അനാമിക ഒന്നും സംസാരിച്ചില്ല. അവർ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. എൻ്റെ മോൻ നിന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നീ പരാതി കൊടുത്താൽ അതിനു 1 നിമിഷം മുമ്പ് ഞാൻ നിൻ്റെ പേരിൽ കേസ് കംപ്ലൈൻറ്റ് ചെയ്യും. എന്തിനാണെന്നറിയാമോ? ഒരു ലെസ്ബിയനായി നീ നിൻ്റെ അസ്തിത്വം മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ മകനെ വിവാഹം ചെയ്ത് അവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയെന്നും പറഞ്ഞ്. രാധമ്മയുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ വാക്കുകൾ ഒരിടുത്തി പോലെയാണ് അനാമികയുടെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചത്. ഇത്രയും നാളുകൾ താൻ രഹസ്യമായി തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചത് ഇവർക്കെങ്ങനെ മനസ്സിലായി? ഇനിയൊന്നും കേൾക്കുവാനോ പറയുവാനോ ഉള്ള ധൈര്യമോ വാക്കുകളോ ഒന്നും അവളുടെ പക്കലുണ്ടായിരുന്നില്ല. ഇനിയുമുണ്ട് പറയാൻ. രാധമ്മ ബാക്കി പറയുവാനായി തുടങ്ങിയതും മറുവശത്തു നിന്നുമുള്ള ബീബി ശബ്ദം അവൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അനാമിക ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു. രാധയുടെ മുഖത്ത് ആദ്യമായി ഒരു പുഞ്ചിരി വിടർന്നു. ജയിച്ചവളുടെ ചിരി. എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുവാൻ ഇനിയും നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. അവർ ഫോൺ എടുത്ത് ബെഡിലേക്ക് ഇട്ടിട്ട് വിശ്വത്തിനായി കാത്തു, എന്തൊക്കെയോ മനസ്സിൽ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട്. മർഷി കഴിച്ചോ? വായിലുള്ള കുഞ്ഞുരുള ചവച്ചിറക്കിയതിന് ശേഷം തത്തമ്മ അവനോട് ചോദിച്ചു. ഡൈനിങ് ടേബിളിന് മുകളിൽ കയറിയിരിക്കുന്നവളെ രാത്രിയിലേക്കുള്ള ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു ആദി. എൻ്റെ മോള് കഴിച്ചിട്ട് മർഷി കഴിച്ചോളാവേ. അവൻ വീണ്ടും ഒരു കുഞ്ഞുരുള കൂടി ഉരുട്ടി തത്തമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ, എന്തുകൊണ്ടോ ആ കുരുന്ന് അവനെ അനുസരിച്ചു. വയറ് നിറച്ചും അവളെ ചോറുണ്ണിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ വായ കഴുകിച്ചവൻ ശേഷം കൈയും മുഖവും തുടച്ചതിന് ശേഷം അവളെ എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് നടന്നു. ദേവിയെ അവിടെ അവരെ ഇരുവരെയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അവളെ കണ്ട ഭാവം പോലും നടിക്കാതെ ദേവികയുടെ മുറിയുടെ എതിർവശത്തായിട്ട് കാണുന്ന മുറിയിലേക്കായിരുന്നു ആദി കുഞ്ഞിനെയും കൊണ്ട് കയറിപ്പോയത്. ദേവികയിൽ അതൊരു ചെറിയ ഞെട്ടലിന് കാരണമായി. നമ്മൾ എന്താ ഇവിടെ? കട്ടിലിൽ കിടക്കുന്നതിനിടയിൽ കുഞ്ഞിപ്പെണ്ണ് സംശയം ചോദിച്ചു. അതിപ്പോൾ എനിക്ക് നിൻ്റെ അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റില്ലല്ലോ. അവളുടെ അരികിലായി ചേർന്ന് കിടന്നുകൊണ്ട് അവൻ മെല്ലെ മറുപടി പറഞ്ഞു. എന്താ കിടന്നാൽ? കുഞ്ഞിപ്പെണ്ണ് അവനെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും കിടന്നുകൂടാ, അത് ശരിയല്ല. എന്തോ വലിയ പാപം ചെയ്യുന്ന രീതിയിലായിരുന്നു അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ അപ്പോൾ. അതെന്താ മഷി? അവൾ അവൻ്റെ വയറിന് മുകളിൽ കയറി കാലുകൾ അപ്പുറവും ഇപ്പുറവും ഇട്ടിരുന്നു അവളുടെ മഹർഷിയെ കേൾക്കാനായി. അതൊക്കെ ഇപ്പം പറഞ്ഞാൽ എൻ്റെ തത്തമ്മയ്ക്ക് മനസ്സിലാവുമോ? അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത്. മനസ്സിലാവും, മഷി പറയ്. അറിയാനുള്ള ആഗ്രഹം പെണ്ണിലും കലശലായിരുന്നു. അതുണ്ടല്ലോ, കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനും ചെക്കനും ഒരേ മുറി കിടന്നുകൂടാ. ചുണ്ടുകൾ പിളർത്തി വലിയ കാര്യത്തിൽ അവൻ ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു, എന്തോ പാപം ചെയ്യുന്നത് പോലെ. അയ്യോ, അങ്ങനെയാണോ? അവൻ പറയുന്നതെല്ലാം വേദവാക്കി എന്ന് നിனைക്കുന്നവളോട്
ഇനി എന്തു പറയാനാണ്? ആണെന്നേ. അവനും സങ്കടത്തോടെ തലയാട്ടി. അപ്പം മോളെങ്ങനെയാ കിടക്ക? കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടുകൾ പുറത്തേക്കുന്തി. മോളിവിടെ മർഷിയുടെ കൂടെയല്ലേ കിടക്ക? അവൻ ആ പൊന്നിൻ്റെ മുഖത്തേക്ക് കള്ളനോട്ടം എറിഞ്ഞു. അപ്പോൾ അമ്മയോ? മോക്ക് അമ്മയും വേണമല്ലോ, അല്ലെങ്കിൽ അമ്മനെ അച്ഛൻ വന്ന് പിടിച്ചോണ്ട് പോവില്ലേ? തത്തമ്മയുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ പുറത്തേക്ക് വന്നു. എന്നാൽ മർഷി ഒരു കാര്യം പറയട്ടെ? എഴുന്നേറ്റിരുന്നു കൊണ്ട് ആ കുരുന്നിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ആ പറയേ. അവൾ സമ്മതത്തോടെ തലയാട്ടി കാട്ടി. മോളുടെ അമ്മയെ ഞാനങ്ങ് കല്യാണം കഴിക്കാം. അപ്പോൾ എൻ്റെ തത്തയ്ക്കും അമ്മയ്ക്കും എൻ്റെ കൂടെ കിടക്കാം. അപ്പോൾ നിങ്ങളെ വന്ന് ആരും പിടിച്ചോണ്ട് പോയില്ലല്ലോ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന പോലെ ആദ്യമൊന്ന് നീട്ടി എറിഞ്ഞു നോക്കി. ഇരുപുരുവവും പൊക്കി കാട്ടിക്കൊണ്ട് പറയുന്നവൻ്റെ കവളിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ കുഞ്ഞൊരു ഉമ്മ കൊടുത്തു. അതിലുണ്ടായിരുന്ന അവളുടെ സമ്മതം. മഷി അപ്പോൾ എൻ്റെ അച്ഛനാവോ? സന്തോഷം അടക്കാനാവാതെ ആ കുഞ്ഞി കണ്ണുകളിൽ നക്ഷത്ര കുഞ്ഞുങ്ങൾ വിരിയുന്നത് ആദ്യം നിറഞ്ഞ മനസ്സോടെ നോക്കിക്കണ്ടു. മഷി മോളുടെ അച്ഛനാ, ഇപ്പോഴും എപ്പോഴും. നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളോട് ആ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ ഉള്ളവും പേരറിയാത്ത ഒരു വികാരം കൊണ്ട് നിറഞ്ഞിരുന്നു. അതേസമയം തത്തമ്മയില്ലാതെ ഉറക്കം വരാതെ ദേവിക അടച്ചിട്ടിരിക്കുന്ന ആദിയുടെ മുറിയുടെ മുൻപിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. തത്തമ്മയ്ക്ക് പോലും ഇപ്പം എന്നെ വേണ്ട, ആ മഷിയും മതിയല്ലോ. പരിഭവത്തോടെ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് വാതിലിൻ്റെ പിടിയിലൊന്ന് പിടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ആ ഡോർ അപ്പോഴേക്കും തുറന്നു പോയിരുന്നു. എന്താ? വാതിൽക്ക് നിൽക്കുന്നവളെ നോക്കി അവൻ ഗൗരവത്തോടെ തിരക്കി. അത് കുഞ്ഞ് അത്താഴം. പെട്ടെന്നുണ്ടായ വെപ്രാളത്തിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. എന്തോന്ന്? ചെക്കൻ്റെ പുരികം ഒന്ന് ചുളിഞ്ഞു. അത് പിന്നെ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. വായിൽ വന്നൊരു കള്ളം പുറത്തേക്ക് തട്ടുമ്പോൾ ലോകത്തുള്ള എല്ലാ ഈശ്വരന്മാരോടും അവൾ മാപ്പ് ചോദിച്ചിരുന്നു. അമ്മ മർഷിയെ കല്യാണം കഴിക്കോ? എന്നാലേ മർഷി ഇവിടുന്ന് മാമ ഉണ്ണുള്ളൂ. ഇടയിൽ ചാടിക്കയറി പറഞ്ഞത് തത്തമോളാണ്. ദേവികയുടെ കണ്ണുകൾ ആ ചോദ്യം കേട്ട് മിഴിഞ്ഞുപോയി. പക്ഷേ ആദ്യം അപ്പോൾ മുഖം തിരിച്ചിരുന്ന് ചിരിക്കുകയായിരുന്നു. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ടുമായി നാളെ കാണാം ഇതേ സമയം എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ.